you're watching me on Sri Gogula Movies and this is me, Faustina here. എന്റെ കൂടെ 4 പേരാണ് എത്തിയിട്ടുള്ളത്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന മൂവിയുടെ കുറച്ചധികം വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ഷർഫിക്ക, ശ്യാം ചേട്ടൻ, വിനയ് ചേട്ടൻ ആൻഡ് അനുപമ ചേച്ചി. അപ്പൊ 4 പേർക്കും വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? ടയർഡായോ? കാപ്പി കുടിച്ചിട്ട് പറയുന്നത് തലവേദന ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്റർവ്യൂ ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളെ 4 പേരും കൂടെ ഒറ്റ ഫ്രെയിമിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ പുറത്ത് കാണുന്നു. എനിക്ക് തോന്നുന്നു ശ്യാം ചേട്ടൻ രണ്ടാമത്തെ ഇന്റർവ്യൂ ഞാൻ എന്റെ ഇന്റർവ്യൂ തുടങ്ങിയത് രണ്ടാമത്തെ ഇന്റർവ്യൂ എടുത്തത് വിനയ് ചേട്ടൻ. നല്ല ഐശ്വര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ എടുക്കുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു സക്സസ്, ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെന്റിൽ ഒരു മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ എനർജി ഇപ്പൊ തന്നതിനും ഭയങ്കര സന്തോഷം. എനിക്ക് നിങ്ങളിപ്പോ ഷർഫിക്കയിലാണെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലും സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു എനർജി ഉണ്ട്. നിങ്ങളാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഓറയുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ത്രില്ലടിച്ചത് എവിടെ ഇരിക്കണം ശരിക്കും. കാരണം ഒരു പോസിറ്റീവ് എനർജി കാണുമ്പോൾ തന്നെ. അപ്പൊ നമ്മുടെ എന്താ കുടിച്ചേ? അപ്പൊ ഞാനാണെങ്കിൽ നമ്മുടെ ട്രെയിലർ ഇറങ്ങിയിട്ടില്ല, ടീസർ ഇറങ്ങിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഇപ്പൊ ഗൂഗിളിൽ നോക്കിയപ്പോഴാണെങ്കിലും വലിയ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാം. അതുകൊണ്ട് ശരിക്കും സിനിമ എന്താണ് ഇപ്പോഴും ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. എല്ലാരും ചോദിച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആസ് എ ഫാൻ ഗേൾ. അപ്പൊ ശരിക്കും എന്താണ് നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ്? അഡ്വഞ്ചർ കോമഡി. ഇപ്പൊ കണ്ടില്ലേ എനർജി? ഇത് തന്നെയാണ് പടം. അതെ, ഈ ഒരു എനർജിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിലേറെ എനർജി, ആ എനർജി ഷെയർ ചെയ്ത് കുറച്ചുകൂടെ എനർജറ്റിക് കൊണ്ടുവരുന്നല്ലോ. പിന്നല്ലാതെ എന്താ ഓക്കെ. നമ്മുടെ ഷർഫിക്കയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ, അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ആദ്യമായിട്ട് ഈ ഒരു ഇതിനകത്തേക്ക് പിച്ച് വെച്ച് തുടങ്ങുകയാണ്. അതും നമ്മുടെ ശ്രീ ഗോകുലം മൂവീസ് എനിക്ക് തോന്നുന്നു കുറെ അധികം ഹിറ്റുകൾ തന്നിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൂടാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ആയിട്ട് ഒരു ഇത് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു പ്രൊഡക്ഷന്റെ കൂടെ ചെയ്യുമ്പോൾ ചേട്ടൻ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഞാൻ ഈ സിനിമ തുടങ്ങുമ്പോൾ എനിക്ക് ഇതിനൊരു കോ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം ആ കോ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളാൽ അദ്ദേഹം മുന്നോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഈ സിനിമ നിന്ന് പോവുകയാണ്. ഇത് നിന്ന് പോകുന്നു. ഈ സിനിമയുമായി അത്രയും ദിവസം ഒരു 8-10 മാസമായിട്ട് അതിനു വേണ്ടി വന്ന് താമസിക്കുന്ന എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, എൻ്റെ കോ റൈറ്റർ ജയ്വിഷ്ണുക്കെ ആ വീട്ടിൽ എനിക്ക് തോന്നുന്നു 1.5 വർഷം താമസിച്ചിട്ടുണ്ട് ആ വീട്ടിൽ, എൻ്റെ പ്രൊഡക്ഷൻ്റെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആ ഒരു പ്രതീക്ഷ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അനൗൺസ് ചെയ്യാൻ പോകുന്ന സിനിമ ഉച്ചയ്ക്ക് താഴെ പോവുകയാണ്. ആ സിനിമയുടെ പരിപാടി വീഴുവാണ് അന്ന് വൈകുന്നേരം. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അന്നിങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ADs ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ഞങ്ങൾ നാളെ പോകാൻ പ്ലാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെയോ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വളരെ ഇതായിട്ട് കാണുകയും അയാളുമായിട്ട് ഞാൻ സംസാരിക്കുകയും ഞാനിങ്ങനെ ഇതിൻ്റെ കോ പ്രൊഡക്ഷനിൻ്റെ പകുതി ഫണ്ട് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിക്കുകയും പുള്ളി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയും ഞാനങ്ങനെ പുള്ളി ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ പുള്ളി ബാക്ക് ചെയ്യുന്ന രീതിയിൽ ഞാനങ്ങനെ എൻ്റെ പേരിൽ ഒറ്റയ്ക്ക് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങി. സിനിമ തുടങ്ങുന്ന ആ ദിവസം മുതലേ എനിക്ക് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ ഇതിൽ. ഈ സിനിമ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, കുറേ പേരുടെ ആഗ്രഹവും സ്വപ്നമാണ്. അപ്പോൾ ഈ സിനിമ ഇനി തിയേറ്ററിൽ എത്തിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ ഈ ഗോപാലൻ സാറിനെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സാറല്ലാതെ വേറെ ആരും പടം ഇറക്കാൻ പോകുന്നില്ല, ഒരു കാരണവശാലും വേറെ ആരും ഇറക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. സിനിമ തുടങ്ങി അന്ന് മുതലേ അത് തന്നെയായിരുന്നു ആഗ്രഹം, അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ്, ആ ഒരു ഫയർ വേണമല്ലോ നമുക്കുള്ളിൽ. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ഒരു ഫയർ കൊണ്ടുവന്നത് ഇപ്പൊ നമ്മളെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സോ പ്രൗഡ്. സത്യം. ഇപ്പൊ ശ്യാം ചേട്ടാ, എനിക്ക് തോന്നുന്നു ഷർഫിക്കേനെ ആസ് എൻ ആക്ടർ ഒക്കെ നിങ്ങൾ അറിയണതാണ്, പക്ഷെ ആസ് എ പ്രൊഡ്യൂസർ വെരി ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. എന്തൊക്കെ മാറ്റമാണ് ഷർഫിക്ക ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ ഡയറക്ടർ വന്നിട്ടുള്ളത് സെറ്റില്? പ്രൊഡ്യൂസർ സോറി, ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ആസ് എൻ ആക്ടർ എന്തൊക്കെ മാറ്റങ്ങളാണ് സെറ്റിൽ വന്നിട്ടുള്ളത്? ഇല്ല, അതിന് ഒരു മാറ്റവും ഉണ്ടായില്ല. സാധാരണ മനുഷ്യർ നോർമലായിട്ട് ഞാൻ പ്രൊഡ്യൂസറാണ് അങ്ങനെ ഒന്നും ഒരു പരിപാടി ഞാൻ പ്രൊഡ്യൂസറാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ പണ്ടൊക്കെ നോക്കണമെങ്കിൽ ഡയറക്ടേഴ്സ് ഡയറക്ട് ചെയ്യും, ആക്ടേഴ്സ് ആക്ട് ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു.
വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ആക്ടേഴ്സ് ഡയറക്ട് ചെയ്യുന്നതും ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇന്ന് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആക്ടേഴ്സ് ഡയറക്ട് ചെയ്യുന്നുണ്ട്, ആക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ചേഞ്ച് എന്തുകൊണ്ടായിരിക്കും? നല്ലതിനുണ്ട്. അങ്ങനെയാണല്ലോ അല്ലെ? ആ ഒരു മാറ്റം ചേട്ടൻ എങ്ങനെ നോക്കി കാണുന്നു? എല്ലാവരും എല്ലാം ആഗ്രഹമുള്ളവർക്ക് ചെയ്തിട്ട് നമ്മളത് നോക്കി കാണേണ്ട കാര്യമുണ്ട്. അത് അല്ലേ അവരിഷ്ടമുള്ള ശരിക്കും മലയാള സിനിമയിൽ മാത്രം ഉണ്ടായിട്ടുള്ള പ്രതിഭാസമൊന്നും അല്ല. സിനിമ ഉണ്ടായ കാലം മുതൽക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോ പല ആളുകൾ പല ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് നല്ല സിനിമ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ഉണ്ടാകുന്നിടത്തോളം പരിപാടി നല്ലതാണ്. ബേസിക്കലി ഒരു ഡയറക്ടറിനുള്ള ഒരു ആക്ടർ ഉണ്ടാവുമല്ലോ, ആക്ടറിനുള്ള ഒരു ഡയറക്ടറും ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവോട് നമ്മൾ ആലോചിക്കുമല്ലോ. ഡയറക്ടർ അഭിനയിക്കുന്ന എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാര്യം എന്താണെന്നറിയോ? കാര്യം നമ്മള് ആസ് ആൻ ആക്ടേഴ്സ് നമ്മള് ഇമോഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ കഥാപാത്രത്തിന്റെ ഇമോഷൻ ആയിരിക്കും നമ്മുടെ ഇമോഷൻ. ഒരു ആക്ടർ ക്യാമറയുടെ മുമ്പിലുള്ളപ്പോ എത്രത്തോളം വൾണറബിൾ ആണ് ഇപ്പൊ ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ അഭിനയിക്കുമ്പോ ഞാൻ എന്റെ ബോഡി മൈൻഡും വോയിസും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇമോഷനാണ്. ഞാനൊരു സിനിമോട്ടോഗ്രാഫർ ആണെങ്കിൽ എന്റെ ക്യാമറ ആയിരിക്കും എന്റെ ഇൻസ്ട്രുമെന്റ്, അല്ലെങ്കിൽ എഡിറ്ററിന് ഒരു എഡിറ്റിംഗ് കമ്പ്യൂട്ടർ ആയിരിക്കും. അപ്പൊ ഈ ആക്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ് എത്രത്തോളം ഈ പറയുന്ന പോലെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്തായി കടന്നു പോകുന്നു ക്യാമറയുടെ മുമ്പിൽ നമ്മൾ വേറൊരാളുടെ മാനസികാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അതൊരു ഫിലിം മേക്കർ അറിയുന്ന എപ്പോഴും നല്ലതാണ്. നമുക്ക് കൂടുതൽ റെസ്പെക്ട് കിട്ടും, നമ്മളെ തൊഴിലിനെ കുറിച്ച് കൂടുതൽ. അല്ലെങ്കിൽ പലപ്പോഴും സിനിമയിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റപ്പിനും അതിനും ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കുകയും ആക്ടേഴ്സിന് അത്രത്തോളം ടൈം പലപ്പോഴും സമയപരിമിതി കൊണ്ട് കിട്ടാണ്ടൊക്കെയാവും. ഒരു ഡയറക്ടർ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒന്ന് അഭിനയിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ് ഒന്ന് അനുഭവിക്കുന്നുള്ളതാണോ? ഇതെന്ത് ടഫർ ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള, അല്ല ഇത് പാടുണ്ട്, ഭയങ്കര ടഫർ ആയിട്ടുള്ള പരിപാടിയാണെന്ന് ഡയറക്ടർ മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിരിക്കും ആക്ടേഴ്സിന്റെ കേസ് ആയിരിക്കും. ബേസിക്കലി ചിലപ്പോൾ നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു സീനായിരിക്കും ഈ നേരത്ത്, അതായത് വളരെ എനർജി റിക്വയർഡ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും നമ്മൾ ഈ നേരത്ത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് അത് പറ്റിയെന്ന് വരില്ല. ഈ നേരം പോട്ട് നമ്മൾ പലപ്പോഴും രാവിലെ 6:30 കോൾ ടൈം തരും, 7 മണിയാകുമ്പോൾ റെഡി ആയി നിൽക്കും. ചിലപ്പോ അത് പോയിട്ട് രാത്രി 10 മണി വരെ എടുക്കില്ല, ചിലപ്പോ രാത്രി 2 മണിയാകുമ്പോൾ എടുക്കേണ്ടി വരും. ഇപ്പൊ സംശയം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ സംശയത്തിന്റെ ഒരു പ്രൊമോ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊമോ സോങ് അല്ല, അതില് ബിഗിനിങ് ഇയാളുടെ ഡാൻസ് കാണിക്കുന്ന പരിപാടി ഉച്ചക്ക് 2 മണിക്ക് കോൾ ടൈം തന്ന് ഞാൻ ഒരു 3 മണിയാകുമ്പോൾ റെഡി ആയിരിക്കാണ്. ഷൂട്ട് തുടങ്ങിയത് 6 മണിക്ക്. 6 മണിക്ക് തുടങ്ങിയിട്ട് നമ്മള് ആ സ്റ്റേജിൽ നിന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാത്ത ഒരാളുടെ ഒരു എക്സ്പ്രഷൻ ആണ് അത്. ഞാൻ ഫുൾ ഓൺ ആയിട്ടേക്കണ കാര്യം ഞാനാണല്ലോ മെയിൻ. രാത്രി ഒരു 11 മണിയായപ്പോ ആളുകൾക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങി. കൂടെ ഇരുന്ന ആളുകളും എല്ലാരും ഔട്ടായി, കഴിയണല്ലോ എന്നൊക്കെയുള്ള സോണില്. പക്ഷെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയല്ലേ. ഞാനിങ്ങനെ കത്തി നിൽക്കുകയാണ്, ആര് വീണാലും നമുക്ക് വീഴാൻ പറ്റില്ല. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെ ഷൂട്ട് ചെയ്തു. 6 ലൈറ്റ് വരാൻ നേരം ഡയറക്ടർ എന്നോട് പറഞ്ഞു, കാര്യം അന്ന് ഷൂട്ട് തീർക്കുകയാണ്, പറയുന്ന കൊണ്ടോന്ന് തോന്നരുത് പിന്നെ നമുക്ക് ഒരൊറ്റ സീൻ കൂടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അതായത് ഞാൻ മരിച്ചു വീണു ശരിക്കും. ഫുൾ നൈറ്റ് നമ്മൾ ഈ തുള്ളലും ചാലും. ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് എടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് പോയിട്ടാണ് ഞാനും ലിജോവും കൂടി ഭയങ്കര ഇമോഷണൽ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ 1 മണിക്കൂർ ഷൂട്ട് ചെയ്ത് തീർത്തു. ഞാൻ പറഞ്ഞ ഒരു ആക്ടറിന്റെ ജേർണി ഭയങ്കര ടഫാണ്. കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇപ്പൊ വൈസൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൈക്ക് അവിടെ മിക്കവാറും ദിവസം 24 hours കണ്ടിന്യൂസ് കോൾ ഷീറ്റ്, 8 hours ബ്രേക്ക്, വീണ്ടും 24 hours. ഞാൻ പറയുന്നത് ലൈക്ക് അവര് ഇന്ന് രാവിലെ തുടങ്ങി നാളെ രാവിലെ ചെയ്ത് നാളെ രാവിലെ പാക്കപ്പ് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് അന്നത്തെ ദിവസം ഫുൾ പോയിട്ട് ലൈക്ക് ബിയോണ്ട് 24 hours ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. പിന്നെ ഇപ്പൊ പല സ്ഥലത്തുനിന്നും നമ്മൾ ട്രാവൽ ഇപ്പൊ ചില സമയത്ത് 2 സിനിമകളൊക്കെ ചെയ്യാണല്ലോ. അപ്പൊ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് നമ്മള് നൈറ്റ് വേറെ ട്രാവൽ ചെയ്ത് പോയി അടുത്ത ക്യാരക്ടർ നൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ ഇത് പ്രശ്നം ഇസ് നോട്ട് അബൌട്ട് ഹാർഡ് വർക്ക്,
അത് ഓക്കെ, അത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് അബൌട്ട് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്. നമ്മളൊരു ഹാപ്പി സീൻ നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ക്യാമറയുടെ പുറകിലുള്ള ആൾക്ക് തളർന്നാലും ക്ഷീണിച്ചാലും അത് അറിയില്ല. ബട്ട് ലൈക് നമ്മളെ ഫേസ് ആണോ ആയിരിക്കുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾ രാവിലെ തുടങ്ങി ഇന്റർവ്യൂ എടുത്തിരിക്കുന്നതൊന്നും അറിയില്ല. നിങ്ങളുടെ മുഖത്തെ ഒരു ശോഭ ഇങ്ങനെ തിളങ്ങി നിൽക്കണ്ട്. ഇന്റർവ്യൂ നമ്മളെ സംബന്ധിച്ച് വലിയ വീട് എവിടെ? വലിക്കാർകുറ്റി. വെട്ടി തുടങ്ങി കിടാണ്ട് അതില് കിട്ടിയത്. ഇന്റർവ്യൂ വലിയ കുഴപ്പമില്ല, കാര്യം ഇത് നമ്മുടെ തൊഴിലല്ലല്ലോ. ഓ അത് ഞാൻ പറഞ്ഞ ഞാൻ ഒന്നിനും താഴ്ത്തി അയ്യോ അല്ല കേട്ടോ, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ആക്ടിങ് നമുക്ക് ഒരു ഷോട്ട് കൂടി കള്ളത്തരം കാണിക്കാൻ പാടില്ല, പറ്റില്ല. അപ്പൊ അതിന് അതുകൊണ്ട് നമ്മൾ ചത്തു വീണ് കഴിഞ്ഞാലും ലൈക്ക് 100 കൊടുക്കാൻ പറ്റണം. ആ ഒരു എഫേർട്ടിൽ നമ്മൾ നിക്കണം അല്ലേ. ശ്യാം ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ശ്യാം ചേട്ടൻ പാവട്ടാ, എനിക്ക് ഭയങ്കര അതെ. ഇവര് പറഞ്ഞതൊക്കെ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഇത്രയും സിനിമകളൊന്നും ഇവരെ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്കും പ്രേമല് ഒരു ദിവസം 24 മണിക്കൂറൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്. പല മറ്റേ ടെറസിലെ സീന്, സീക്വൻസ് തുടങ്ങുന്നതിന് മുമ്പുള്ള കുറെ സീൻസ്, മറ്റേ പ്രതിമ വീഴുന്ന സീൻസ്, ഒരേ ദിവസം അതിൽ ഫുള്ള് നമ്മൾ ആ സാധനം ഷൂട്ട് ചെയ്ത് പ്രതിമ മറ്റേ നിരങ്ങിയൊക്കെ രാത്രി പോയിട്ട് 1 മണിക്കൂർ കൊണ്ട് ചേഞ്ച് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് മറ്റേ ടെറസിലെ സാധനം നമ്മൾ തുടങ്ങി വെച്ചു. കോമഡി ചെയ്യുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഭയങ്കര ഈ ഇമോഷണൽ ഡാർക്ക് ഭയങ്കര പാടാണ്. തെലുങ്കിൽ ഒരു പരിപാടി ചെയ്തപ്പം ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡാണ്, ഭയങ്കര ഒരു ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് കോമഡി ചെയ്യാനാ ഭയങ്കര പാടുന്നു യൂഷ്വലി. ടയേർഡ് ആയിട്ടുള്ളപ്പോ മനസ്സിലായിട്ടാ. മനസ്സിലായി. ഓ ഓക്കെ 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 മനസ്സിലായി. ഡാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെന്റലി അത് മനസ്സിലായി. എനിക്ക് മറ്റേ ഡാർക്ക് ഇമോഷണൽ ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി അങ്ങനെ ആയതുകൊണ്ട് പിന്നെ എളുപ്പമാണല്ലോ നമ്മൾ ആ സിറ്റുവേഷൻ അങ്ങനെ ചെയ്യാൻ. തമാശ ഫുൾ എനർജി വേണ്ട കാര്യങ്ങളല്ലേ, അത് എക്സോസ്റ്റഡ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ എനിക്കറിയില്ല. ഗുഡ്, നിങ്ങൾ വളരെ ഇന്റലക്ച്വലായി സംസാരിക്കുന്നു, എനിക്കിതൊന്നും അങ്ങ് കണക്ട് ആവുന്നില്ല. തീർന്നല്ലോ, വീണ്ടും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അത് ഏറ്റവും നന്നായി ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ലൈഫ് ലോങ് ആ സീൻ കാണുന്ന സമയത്ത് അയ്യോ ഇത് നന്നാക്കായിരുന്നു, അത് ശരിയാക്കായിരുന്നു, അവിടെ പോയിന്റ് അപ്പൊ ചെയ്യായിരുന്നു എന്നുള്ളത്. രാത്രി പോകുന്ന കിടപ്പുണ്ട്, അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. മിസ്സായി. അങ്ങനെ പറയാ, അയ്യോ ഇങ്ങനെ പറയായിരുന്നല്ലോ, ഓ ഇതാണ് വേറെ. ഇപ്പൊ എനിക്ക് സിനിമയുടെ എനിക്കറിയില്ല എന്താന്നുള്ളത്. പക്ഷെ ഒരു മിക്കവാറും സിനിമകളിൽ ഞാൻ നോട്ടീസ് ചെയ്തുള്ള ഒരു കാര്യം, ലൈറ്റ് പോവാൻ നേരല്ലേ പാക്ക് പിടിക്കാൻ തൊട്ടുമുണ്ടായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് സീൻ വരുന്നത്. ഒരു ടൈം കൺസ്ട്രെയിൻഡ് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ. നല്ല ലൈറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ ഉണ്ടോ, നമുക്ക് ഒരു 5 മിനിറ്റ് ഉള്ളൂ ഇതിൽ വേഗം തീർക്കുന്നതാണോ? പ്രഷർ ആയിരിക്കും. ജനറലി ഹാപ്പൻസ്. എനിക്ക് എല്ലാ സിനിമയ്ക്കും നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 കാലുള്ള കോസ്റ്റാസിന്റെ കൂടെ കുറെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ 4 കാലുള്ള കോസ്റ്റാസിന്റെ കൂടെ അധികാരം വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. കുറച്ച് സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പട്ടി പൂച്ച അതൊക്കെ അപ്പൊ 4 കാലുള്ള കോസ്റ്റാസിന്റെ കൂടെ അങ്ങനെ ഭയങ്കര ഈസി അല്ലല്ലോ അത് ഡീൽ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ CID മൂസ കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ഇപ്പം കറന്റ് ടോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് നമ്മുടെ പെറ്റ്സ് ഡിറ്റക്റ്റീവ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കാണെങ്കിൽ ഷർഫിക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പെറ്റ്സിനെ അധികം വളർത്തിയിട്ടില്ല എന്നുള്ള സംഭവം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ 4 കാലുള്ള കോസ്റ്റാസിന്റെ കൂടെ? ഇത് ഡിറ്റക്റ്റീവ് ബേസിക്കലി കണ്ടുപിടിക്കാൻ കൊടുക്കുക, അത്രേ ഉള്ളൂ, കയ്യിൽ വെക്കണ പരിപാടിയില്ല. അപ്പോ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അങ്ങനത്തെ സീൻസ് വരുന്ന സമയത്ത് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയാ, എനിക്കിപ്പോ ആ കോസ്റ്റാറിന്റെ മൂഡും എല്ലാം നമ്മളെ ഷൂട്ട് ചെയ്യാൻ അതാണ് ഞാൻ ചോദിക്കാൻ അടുത്ത ചോദ്യം. നമ്മള് ഹാഫ് ഡേ ഒക്കെ ഷൂട്ട് നിർത്തി വെച്ചു ചോദിക്കണ്ടല്ലോ. അല്ല അത് ചോദിക്കണോ? അതായത് തത്ത ഉണ്ടല്ലോ നമ്മുടെ കൂടെ. തത്തല്ലാതെ മക്കാവോ മക്കാവോ അതെ, തത്തക്ക് വലിയ തത്തയുടെ ഉള്ളൊരു തത്ത എന്ന് പറഞ്ഞത് രാമച്ചിലക്ക എന്ന് പറഞ്ഞതാണ്. രാമച്ചിലക്ക അതെന്താ? സോറി, സ്ഥലം മാറിപ്പോയി. കാരണം തത്ത അതുകൊണ്ടല്ലേ തത്തയെ നമ്മള് പെറ്റായി വളർത്തുന്നത്. ഇത് മക്കാവോ? മക്കാവോ? അപ്പൊ മക്കാവോ എന്ന് പറയുമ്പോ മൂത്ത തത്ത, അതാണ്
മക്കാവോ. ഓക്കെ, അപ്പൊ ഈ മക്കാവോ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഞാൻ വായിച്ചായിരുന്നു ഈ പാരറ്റ്സിനൊക്കെ ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടെന്ന്. അതായത് അവര് ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ പറന്നു പോവും, ചിലപ്പോൾ അവർക്ക് ഇരിക്കാൻ തോന്നിയാൽ ഇരിക്കും, അല്ലെങ്കിൽ ഇരിക്കത്തില്ല എന്ന്. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് ഉള്ള ഈ മക്കാവിനെ എങ്ങനെ ഡീൽ ചെയ്തു നമ്മുടെ സെറ്റില്? അതായിരുന്നു ഡിഫിക്കൾട്ട്. അതല്ല, ആക്ച്വലി മക്കാവുമായിട്ട് ഒരു പാട്ട് സീനിലുള്ള ഒരു കോമ്പിനേഷൻ പരിപാടിയിലാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അത് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. മക്കാവ് ആ ഷൂട്ടിംഗ് ടൈമിന് ഓക്കെ ആയിരുന്നു എന്റെ കയ്യിലും. ചേട്ടൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയിരുന്നു നമ്മുടെ ആ പാട്ടിന്റെ സീക്വൻസ് കണ്ടത് നമ്മള്. അവിടെയാണ് മക്കാവ് ഉള്ളത്, മനസ്സിലായി. അതല്ലാതെ ഉടനീളമില്ല. ഓക്കെ, പക്ഷെ മക്കാവ് കൊള്ളായിരുന്നു. ഇപ്പോ ക്യാരക്ടറിന്റെ കാര്യം പറയുമ്പോൾ മക്കാവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ വിനയ് ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര ഒരു സുന്ദര സുശീലമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് ഒരു സാരിയൊക്കെ കൊടുത്ത് ഒരു കുലസ്ത്രീ സെറ്റപ്പിൽ ചേട്ടൻ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ചേട്ടന്റെ ക്യാരക്ടറിന് അതായിട്ട് എന്തെങ്കിലും കണക്ഷൻ എവിടെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മുടെ സിനിമയിലെ ക്യാരക്ടറായിട്ട്. അത് തന്നെ ഒരു അതെ ചോദിച്ചാ എന്തെങ്കിലും ഒരു കണക്ഷൻ ഈ കുലസ്ത്രീ ആയിട്ട്? ബേസിക്കലി ഇതൊരു പ്രൊമോ സോങ് ആണ്. അത്രേ ഉള്ളൂ. സോങ്ങിന്റെ അവസാനം വരുന്നൊരു കഥാപാത്രമായിട്ടാണ്. പക്ഷെ ഈ ക്യാരക്ടറും ഈ സിനിമയായിട്ട് കണക്റ്റഡ് ആണ്. അതൊരു പ്രത്യേക രീതിയിലാണ് മീനിങ് ഉണ്ട്, കുഞ്ഞു മീനിങ്. ഓക്കെ, അതിന് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് കത്തുമായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞ ഡിഫറെന്റ് ഇമോഷൻസിൽ 4 ഓരോ ഇമോഷൻസ് ചെയ്യാം. ഓക്കെ, അത് ഇഷ്ടം. അത് ഷർഫിക്കയുടെ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വിഷയം അതെന്ത് ടോക്ക്. സത്യം. അപ്പൊ ഏത് ഡയലോഗ് വേണം? എന്റെ കയ്യിലൊന്നുമില്ല. അല്ല ഓക്കെ ഓക്കെ, എന്നാ അത് തന്നെ പറയാം. ഓക്കെ ഓക്കെ ഓ ചേട്ടാ, ഓക്കെ. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല പറയണത് ഡിഫറെന്റ് ഇമോഷൻസിൽ പറഞ്ഞാൽ മതി. റൊമാൻറ്റിക് ആയിട്ട്. റൊമാൻറ്റിക് ആയിട്ട് ഒന്നും കൂടെ പറയാം ഒരു ഫീലില്. ഞാൻ BGM കൊടുക്കാം. അത് വേണ്ടേട്ടാ. ഓക്കെ, എന്നെ നോക്കിയിട്ട് ചേട്ടൻ പറഞ്ഞോ. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോ ചേട്ടാ, എന്നെ കണ്ടിട്ട് റൊമാൻസ് വന്നില്ല എന്നൊക്കെ. കുഴപ്പമില്ല അല്ലേ, പറഞ്ഞോ. അതൊന്നും കുഴപ്പമില്ലേ. ഓക്കെ ഏട്ടാ. ഓക്കെ, ഫീൽ ചെയ്തു. അത് ഒറിജിനൽ ബ്ലഷ് ഇട്ടതാ, ശരിക്കും ബ്ലഷ് ഇട്ടതാ. ബ്യൂട്ടിയുടെ ബ്ലഷ് ഇട്ടതാന്ന്. ഓ, ഒറിജിനൽ ബ്ലഷ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി ഷർഫിക്ക, രൗദ്രം. അത് ഒറിജിനൽ അല്ലേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച്? സാധനം തന്നേന്നു. തനിക്ക് റൊമാൻസും എനിക്കൊരു രൗദ്രവും. ചേട്ടന്റെ റൊമാൻസ് ഒക്കെ നമ്മള് കണ്ടിട്ടില്ലേ? എന്തോരുണ്ട്. എന്തോ അർത്ഥം ഒന്നുമില്ല. വേണ്ട ചേച്ചി. സങ്കടം. അതെ, ശ്യാം ചേട്ടാ. ശ്യാം ചേട്ടാ നമ്മൾ ഏത് ഫീലിംഗ് കൊടുക്കും? ആ, പേടി. ആ, അപ്പൊ എന്തായാലും ഞാൻ കുറെ എൻജോയ് ചെയ്തു. എനിക്കെന്ന് വെച്ചാൽ ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്ന ഒരു ടീമാണ് നിങ്ങളുടെ. രാവിലെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കുറച്ച് സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് കുട്ടിക്കോ അതെ 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 ഇപ്പം നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് ദെൻ എനിക്ക് അയ്യോ ഏട്ടാ പറഞ്ഞോ. സ്പിരിറ്റ് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് താങ്ക് യു ഏട്ടാ. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റ് ഉണ്ട്, അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അയ്യോ സോറി ഏട്ടാ, ഞാന് നിങ്ങളെ കണ്ടപ്പോ ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഞാൻ കുറെ എൻജോയ് ചെയ്തു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളെങ്കിലും എനിക്ക് ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം. എനിക്ക് വെരി ഗുഡ് ടൈം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ മൂവി റിലീസ് ആവാൻ പോവാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കും എന്തായാലും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എങ്ങനെ ഉണ്ടായിരുന്നു, വാട്ട് ഐ ഫെൽറ്റ് എന്നുള്ളത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മറ്റേ തിയേറ്റർ തൂക്കട്ടെ ഇനി. ഓക്കെ, താങ്ക് യു.